Hello dears, welcome to you and me learning. Here we are going to discuss a new chapter titled The Boy Who Drew Cats. പൂച്ചകളെ വരച്ച ആൺകുട്ടി. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. നമുക്ക് ആരംഭിക്കാം. The Boy Who Drew Cats. A long, long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. They had a number of children and found it very hard to feed them all. The eldest son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. സോ എന്താണിത് ഇവിടെ പറയുന്നത്? ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി, ദ മിസ്റ്റീരിയസ് പിക്ചർ യു കെയിം അക്രോസ് സ്റ്റിൽ ദ പെയിൻറ്റ് ആൻഡ് ദ സ്റ്റോറി. അതാണ് ബിഗിനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് മിസ്റ്റീരിയസ് പിക്ചർ ഇഷ്ടമായി എന്ന് കരുതുന്നു. ടില്ലിനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾ ടില്ലിനെ പരിചയപ്പെട്ടു. ഇൻ ദ സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹു ഈസ് എ പെയിൻറ്റർ ഹു നോസ് ടു ഡ്രോ ഓൺലി കാറ്റ്സ്. ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു പെയിൻറ്ററിനെ തന്നെയാണ്. അതൊരു ചെറിയ ആൺകുട്ടിയാണ്. അവൻ എപ്പോഴും വരയ്ക്കുന്നത് പൂച്ചകളെയാണ്. ഇറ്റ്സ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. ഇതൊരു ജപ്പാനീസ് നാടോടി കഥയാണ്. ഫോക്ക് ടെയിൽ നാടോടി കഥയാണ്. എന്നിട്ട് ഇത് വായിക്കൂ, എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ തന്നിരിക്കുന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് വളരെ പണ്ട്, ലോങ് ലോങ് എഗോ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു വില്ലേജിൽ, ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്ക് കുറേ മക്കളുണ്ടായിരുന്നു. കുറേ മക്കളുള്ള കാരണം അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഫീഡ് ചെയ്യാൻ ഭക്ഷണം, അവരുടെ ഏറ്റവും വലിയ ആവശ്യം, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമാണ് അല്ലേ. അത് കൊടുക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ഭയങ്കര കഷ്ടത്തിലാണ് ഇവരുടെ ജീവിതം. അപ്പോൾ മൂത്ത മോൻ 14 വയസ്സായപ്പോഴത്തേക്കും അച്ഛനെ സഹായിച്ചു തുടങ്ങി. കൊച്ചു പെൺകുട്ടികളാണെങ്കിലോ നടന്നു തുടങ്ങുമ്പോഴേ തൊട്ട് അവർ അമ്മയെ പണികളിൽ സഹായിച്ചു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, a little boy, did not seem to be fit for hard work. പക്ഷെ അവരുടെ ഏറ്റവും ഇളയ മകൻ ഒരു ചെറിയ ആൺകുട്ടിയാണ്. അവന് ഒട്ടും ഹെൽത്തി അല്ല. അവന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹി വാസ് വെരി ക്ലെവർ. പക്ഷെ വളരെ സമർത്ഥനായിരുന്നു ആ കുട്ടി. ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. തൻ്റെ എല്ലാ സഹോദരിമാരെയും വെച്ച് നോക്കുമ്പോൾ ഇവനാണ് ഏറ്റവും ബുദ്ധിമാനായ കുട്ടി. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷേ ഈ കുട്ടി വളരെ പൊക്കം കുറഞ്ഞിട്ടാണ്, കുഞ്ഞാണ്, അതുപോലെ തന്നെ ഒട്ടും ആരോഗ്യമില്ല. ആൻഡ് പീപ്പിൾ സെഡ് ഹീ കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. അപ്പോൾ ആൾക്കാർ ഇവനെ കാണുമ്പോൾ പറയുമോ, ഇവനധികം പൊക്കം വയ്ക്കില്ല, അധികം വളർച്ച ഉണ്ടാവും തോന്നണില്ലേ കുട്ടീനെ കണ്ടിട്ട് എന്നുള്ള കമൻറ്റ് പാസ്സാക്കും. സോ അതുകൊണ്ട് ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാമർ. അപ്പോൾ ഒരു കർഷകനായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ഹെൽത്തി ബോഡി ഉണ്ടായിരിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. ഒരു പ്രീസ്റ്റായിട്ട് ജീവിക്കാൻ എന്താണ്, മേലധ്വാനം, അതായത് ശാരീരിക കായിക അധ്വാനം വേണ്ട, പക്ഷെ എന്താണ് ബ്രെയിൻ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു പ്രീസ്റ്റ് ആവുന്നതായിരിക്കും ഇവന് നല്ലത് എന്ന് അച്ഛനമ്മമാർ ചിന്തിക്കുകയാണ്. ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ വൺ ഡേ ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലീവ് there if he would have their little boy for his acolyte and teach him all that a priest ought to know. അപ്പോൾ ഈ ഫാർമർ തൻ്റെ മകനെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയാക്കാണ്. അവിടെ വളരെ പ്രായമായിട്ടുള്ള നല്ലൊരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സഹായിയായിട്ട് എൻ്റെ മകനെ നിർത്താമോ, അവനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമോ, അവന് ഭാവിയിൽ ഒരു പ്രീസ്റ്റ് ആവാനായിട്ട്, ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ അവനെ പഠിപ്പിച്ച് വളർത്താമോ എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. The old man spoke kindly to the lad and asked him some hard questions. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. Acolyte എന്ന് പറഞ്ഞാൽ സഹായിയായിട്ട്, പുരോഹിതൻ സഹായിയായിട്ട് നിർത്താം. അപ്പോൾ ഈ പ്രായമായ പുരോഹിതൻ കുട്ടിയോട് സംസാരിച്ചു. ലാഡ് എന്ന് പറഞ്ഞ കുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു അദ്ദേഹം. വളരെ ബുദ്ധിമാനായിരുന്നു ഇവൻ എന്നുള്ളത് കൊണ്ട് ഇവൻ നല്ല കൃത്യമായിട്ട് ആൻസേഴ്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം
ഈ കുട്ടിയെ തൻ്റെ അക്വലൈറ്റ് ആയിട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ദ ബോയ് ലേൺഡ് ക്വിക്കലി വാട്ട് ദി ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. അപ്പോൾ ഈ കുട്ടി ഇദ്ദേഹം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ഈ കുട്ടി ഭൂരിഭാഗം കാര്യങ്ങളിലും ഇദ്ദേഹം പറയുന്നത് അതുപോലെ ഒബീഡിയൻ്റ് അനുസരണയുള്ളവനായിരുന്നു, അതുപോലെ അനുസരിച്ച് പോന്നു. ബട്ട് ഹീ ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ ഈ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഹീ ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ് ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വർക്ക് കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. കുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും പഠിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടി പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കും. എവിടെ സമയം കിട്ടിയാലും എവിടെ ഒരു സ്ഥലം കിട്ടിയാലും പൂച്ചകളെ വരയ്ക്കേണ്ടാത്ത സ്ഥലത്ത് പോലും ഈ കുട്ടി വരയ്ക്കും പൂച്ചകളെ. എവിടെ ചെന്നാലും ഈ കുട്ടി വരയ്ക്കുന്നത് അപ്പടി പൂച്ചകളെയാണ്. ഈ കുട്ടി എപ്പോഴും പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's books and on all the screens of the temple and on the walls and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. അപ്പോൾ എപ്പോഴൊക്കെ ഇവൻ തന്നിച്ചിരിക്കുന്നു അപ്പോൾ അവൻ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങും. എവിടേക്കാണ് വരച്ചു കൂട്ടിയിരിക്കുന്നത്? ആ പുരോഹിതൻ്റെ പുസ്തകത്തിൻ്റെ മാർജിൻ്റെ ഇടയിൽ, മാർജിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ ടെമ്പിളിലെ അമ്പലത്തിലെ ഒഴിഞ്ഞടക്കുന്ന സ്ഥലങ്ങളിൽ, വാൾസിൽ, ചുമരുകളിലൊക്കെ, പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തൂണുകളിലൊക്കെയും കുട്ടി വരച്ചുകൊണ്ടേയിരുന്നു പൂച്ചകളെ. പലപ്പോഴായിട്ട് നമ്മുടെ പ്രീസ്റ്റ് ഈ കുട്ടിയെ വാൺ ചെയ്തിട്ട്, മോനെ ഈ ചെയ്യുന്നത് ശരിയല്ല, നീ പൂച്ചകളെ വരയ്ക്കുന്നത് നിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടിക്ക് അത് മാത്രം നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്, പൂച്ചകളെ വരയ്ക്കുന്നതിൽ കെങ്കേമനാണ്, നല്ല ജീനിയസാണ്, മിടുക്കനാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പക്ഷേ എന്താണ് പ്രശ്നം? ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്വലൈറ്റ്. പക്ഷേ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു അക്വലൈറ്റ് ആവാനുള്ള ഒരു ക്വാളിറ്റി കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. ആ ഗുഡ് അക്വലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ കുട്ടി എപ്പോഴും നന്നായി പഠിക്കണം. പക്ഷെ പഠിക്കുന്ന ടൈമിൽ പോലും ഈ കുട്ടി എന്താണ്, പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now let me give you a last piece of advice, and be sure you never forget it. Avoid large places at night. Keep to small." ഒരു ദിവസം കൂട്ടുകാരെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഇങ്ങനെ എന്താണ് ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക പൂച്ചകളെ. അത് കണ്ടതോടുകൂടി നമ്മുടെ ഓൾഡ് പ്രീസ്റ്റിന് ആകെ ദേഷ്യമായി. അദ്ദേഹം പെട്ടെന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു, എൻ്റെ കുട്ടി, നീ ഇപ്പം തന്നെ ഈ അമ്പലത്തിൽ നിന്ന് പോകണം. നിനക്കൊരു നല്ല പ്രീസ്റ്റ് ആവാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിനക്ക് ഭാവിയിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കുമായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ അവസാനം എന്നുള്ള നിലയിൽ ഞാനൊരു ഉപദേശം നിനക്ക് തരാം. നീ എവിടെ ചെന്നാലും വലിയ സ്ഥലങ്ങൾ, രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. ചെറിയ സ്ഥലങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു ഉപദേശം കൊടുത്തിട്ട് അവിടുന്ന് വിടാണ്. See the next paragraph. The boy did not know what the priest meant by saying, "Avoid large places, keep to small." He thought and thought while he was tying up his little bundle of clothes to go away, but he could not understand those words, and he was afraid to speak to the priest anymore, except to say goodbye. അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലത്തിലിരിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല, നമ്മുടെ കുട്ടിക്ക് മനസ്സിലായില്ല. അവൻ ഒരുപാട് ആലോചിച്ച്, എപ്പോഴും ഇത് ആലോചനയാണ്. തൻ്റെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ കൂട്ടി
എന്താണ് ഒരു തുണിയിൽ കെട്ടി ഭാണ്ഡക്കെട്ടാക്കി കുട്ടി ഇറങ്ങുകയാണ് അവിടുന്ന്. ആ സമയത്തൊക്കെ കുട്ടി ചിന്തിക്കുന്ന ഇദ്ദേഹം പറഞ്ഞ ആ ഉപദേശം, ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കുട്ടിയുടെ മനസ്സിൽ മൊത്തം. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ഇത് മനസ്സിലായില്ല. പക്ഷേ ഈ കുട്ടിക്ക് ധൈര്യമില്ല, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിക്കാനായിട്ട് ധൈര്യവും ഉണ്ടായില്ല. He left the temple very sorrowfully and began to wonder what he should do. വളരെ സങ്കടത്തോട് കുട്ടി അവിടെ നിന്ന് ഇറങ്ങാണ്. ഇഫ് ഹി വെൻറ്റ് സ്ട്രെയിറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്, സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. വീട്ടിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ തന്നെ തല്ലും, പണിഷ് ചെയ്യും, ശിക്ഷിക്കും. കാരണം പുരോഹിതൻ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ടാണല്ലോ തിരിച്ചു പോകേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് എന്തായാലും അച്ഛൻ തല്ലും. All at once he remembered that at the next village 12 miles away there was a very big temple. ഒരു കാര്യം കുട്ടിക്ക് അപ്പോൾ ഓർമ്മ വന്നത്, തൊട്ടടുത്ത ഗ്രാമത്തിൽ വലിയൊരു അമ്പലമുണ്ട്. പക്ഷേ 12 മൈൽസ് എന്താണ് 12 മൈൽ അകലെയാണ്, അവിടേക്ക് പോകണം, അവിടേക്ക് എത്തണം. അവിടെ വലിയൊരു അമ്പലം ഉണ്ടെന്ന് കുട്ടിക്ക് ഓർമ്മ വന്നു. ഹി ഹാഡ് ഹേർഡ് ദർ വർ സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ. ആ ടെമ്പിളിൽ കുറേ ഒന്നിൽ കൂടുതൽ പുരോഹിതന്മാരും ഉണ്ട് എന്ന് ഈ കുട്ടി കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദ അക്കൊലൈറ്റ്. അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കാം, തന്നെ അവരുടെ സഹായിയായിട്ട് എടുക്കാമോ എന്ന് അവിടെ ചെന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച് കുട്ടി ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. Next, now that big temple was closed up, but the boy did not know this fact. പക്ഷെ ഇപ്പോൾ അമ്പലം അടഞ്ഞു കിടക്കുകയാണെന്നുള്ള കാര്യം കുട്ടിക്ക് അറിയണ്ടായില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. സത്യം കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടിച്ചാത്തൻ അവിടുത്തെ അമ്പലത്തിലെ പുരോഹിതന്മാരെ എല്ലാവരെയും പേടിപ്പിച്ച് അവിടുന്ന് ഓടിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ആ സ്ഥലം കൈക്കലാക്കിയിരിക്കുകയാണ്. സം ബ്രേവ് വാരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവാർഡ് ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ. ഒരു ദിവസം രാത്രി കുറച്ച് യോദ്ധാക്കൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ധൈര്യമുള്ള ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിച്ചാത്തനെ ഓടിക്കാൻ. പക്ഷേ സാധിച്ചില്ല. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. പിന്നീട് അവർ ജീവനോടെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്, സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അപ്പോൾ ആരും ഈ കുട്ടിയോട് ഈ കാര്യം പറയാത്തത് കൊണ്ട് കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. കുട്ടി എന്താണ് ഈ ഗ്രാമത്തിൽ നിന്ന് മറ്റേ ഗ്രാമം വരെ കണ്ട ദൂരം മൊത്തം അങ്ങോട്ട് നടന്നു. ആ പ്രീസ്റ്റിനെ, അവിടുത്തെ പുരോഹിതന്മാരെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കുട്ടി അങ്ങോട്ട് നടന്നു. See the next paragraph. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. കൂട്ടുകാരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ കുട്ടി ആ വില്ലേജിലെത്തുമ്പോൾ ആൾക്കാരൊക്കെ ഉറങ്ങിയിരുന്നു. കാരണം രാത്രിയായിരുന്നു. കുട്ടിക്ക് 12 മൈൽ നടന്നിട്ടാണല്ലോ കുട്ടി അവിടെ എത്തുന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ വലിയൊരു അമ്പലം കാണുന്നുണ്ട്. ഒരു കുന്നിൻ മുകളിലായിട്ട് വലിയൊരു അമ്പലം കാണുകയും ആ അമ്പലത്തിൽ മാത്രം എന്താണ് വെളിച്ചമുണ്ട്. അപ്പോൾ നോർമലി ഒരു സ്ഥലത്ത് മാത്രം വെളിച്ചമുണ്ട്. വെളിച്ചമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുക. ബാക്കി എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. വീടുകളൊക്കെ ഉറക്കമായിട്ടുണ്ടായിരുന്നു. വീടുകളിലെ ആളുകളൊക്കെ ഉറക്കമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവിടുത്തെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൽ മാത്രം വെളിച്ചം തെളിയുന്നത് നമ്മുടെ ഈ ഗോബ്ലിൻ എന്താണ്, ഒരു ഭൂതം അല്ലേ. ആ ഭൂതം ആളുകളെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തനിച്ചായി മാറുന്ന ട്രാവലേഴ്സ്, യാത്രക്കാരെ അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെളിച്ചം കത്തിക്കുന്നത് എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. The boy went at once to the temple and knocked. അപ്പോൾ കുട്ടിയും സാധാരണ പോലെ തന്നെ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് ചെല്ലുകയും അവിടെ മുട്ടി നോക്കി. വാതിൽ തുറക്കാൻ വേണ്ടി വാതിലുമ്മ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. ഉള്ളിൽ നിന്നൊരു ശബ്ദവും കേട്ടില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. വീണ്ടും മുട്ടി വിളിച്ചു. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. അപ്പോഴും ആരും വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. അപ്പോൾ
അവസാനം കക്ഷി തന്നെ ആ ഡോർ അങ്ങോട്ട് തുറന്ന് അതിലേക്ക് കയറി. സോ ഹി വെൻറ്റ് ഇൻ ആൻഡ് സോ ലാമ്പ് ബേണിങ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ കക്ഷി അത് ഉള്ളിലേക്ക് തുറന്ന് ആൾ കയറുകയും പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ആളെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ആരെയും പ്രീസ്റ്റിനെ പുരോഹിതന്മാരെ ആരെയും കുട്ടിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ കൂട്ടുകാരെ. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അപ്പോൾ കുട്ടി വിചാരിച്ച് എന്തായാലും ഉടനെ തന്നെ ഒരു പുരോഹിതൻ ആരെങ്കിലും അവിടേക്ക് കടന്നു വരുമെന്ന് വിചാരിച്ച് കുട്ടി അവിടെ ഇരുന്നു. ദെൻ ഹി നോട്ടീസ്ഡ് ദാറ്റ് എവ്രിതിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ് ആൻഡ് തിക്ലി സ്പൺ ഓവർ ദ കോബ്വെബ്സ്. കുട്ടി മൊത്തത്തിലൊന്ന് ചുറ്റുപാടും വീക്ഷിച്ചപ്പോൾ അവിടെയുള്ള എല്ലാം ടെമ്പിളിലെ എല്ലാ വസ്തുക്കളും ആകെ പൊടി പിടിച്ച് ആകെ ഡള്ളായിട്ട് ആകെ ഗ്രേ കളർ ആഷ് കളേർഡിലായിട്ട് ഇരിക്കുകയാണ്. അപ്പടി മാറാല മൂടിയിരിക്കുകയാണ്. സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് എൻ എക്കോലൈറ്റ് ടു കീപ് ദ പ്ലേസ് ക്ലീൻ. അപ്പോൾ കുട്ടി ചിന്തിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പുരോഹിതന്മാർക്ക് ഒരു സഹായം ഉണ്ടായെങ്കിൽ, ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു എക്കോലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ആ ഒരു ഉപകാരമാവും, അവരെന്നെ എന്തായാലും എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വെള്ളിവെളിച്ചമാണ് കുട്ടിയുടെ മനസ്സിൽ കത്തുന്നത്. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. പക്ഷേ കുട്ടി അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഇത്രയും പൊടി പിടിക്കാനായിട്ട് അവരെന്തേ അനുവദിച്ചേ? ഈ അമ്പലമല്ലേ ഒന്നല്ലെങ്കിലും ഇവിടുത്തെ പുരോഹിതന്മാരല്ലേ, എന്തുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നില്ല അവർ? ഒട്ടും തന്നെ ക്ലീൻ ചെയ്യാത്തത് എന്തേ എന്ന് കുട്ടി ചിന്തിച്ചു പോകുന്നുണ്ട്. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഹവർ were some big white screens good to paint cats upon. കുട്ടീനെ സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ക്രീൻ വോള് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യാം എന്ന് കുട്ടിക്ക് തോന്നുകയാണ്. അവിടെയൊക്കെ പൂച്ചേനെ വരച്ച് വെക്കാമെന്ന് കുട്ടിക്ക് തോന്നുകയാണ്. ദോ ഹി വാസ് ടയേർഡ് ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ് ആൻഡ് ഫൗണ്ട് വൺ ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് കാറ്റ്സ്. ഈ കുട്ടിക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പൂച്ചേനെ വരയ്ക്കണം. പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം? പൂച്ചേനെ വരയ്ക്കണം. കുട്ടി അവിടെ എന്ത് ചെയ്തു? അത്ര ക്ഷീണിതനാണ് എങ്കിൽ കൂടി കുട്ടി എന്ത് ചെയ്തു? വരയ്ക്കാൻ പറ്റിയ മഷി ഉണ്ടോ, ഇങ്കുണ്ടോ, പെന്നുണ്ടോ എന്ന് തപ്പി കക്ഷി ഒരു റൈറ്റിംഗ് ബോക്സൊക്കെ കണ്ടെത്തി അതിൽ നിന്നും വരയ്ക്കാനുള്ള സംഗതികളൊക്കെ കുട്ടിക്ക് കിട്ടി. കുട്ടി വരച്ചു. അവിടെ എന്ത് ചെയ്തു? പെയിൻറ്റ് ചെയ്തു. ഒരു പൂച്ചേനെ വരച്ചു വെച്ച് പെയിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്തുണ്ടായി കൂട്ടുകാരെ? ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി കാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ് ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് ലൈയിങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് one of the screens when he suddenly remembered the words avoid large places, keep too small. അപ്പം വലിയ പൂച്ചകളെയൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ വരച്ചു വെച്ചു. നല്ല ക്ഷീണം ഉറക്കമൊക്കെ തോന്നി. അപ്പോൾ കുട്ടിക്ക് ആകെ ഹി ബിക്കെയിം സ്ലീപ്പി. അപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നി, ഉറക്കം വന്നു. കക്ഷി അവിടെ പോയി വരച്ചു വെച്ച പൂച്ചകളെയൊക്കെ വരച്ചു വെച്ച ആ ഭാഗത്ത് സ്ക്രീനിൻ്റെ അവിടെ കിടന്നുറങ്ങാനായിട്ട്, ആ വോളിൽ കിടന്നുറങ്ങാനായിട്ട്, വോളിൻ്റെ താഴെ തന്നെ കിടന്നുറങ്ങാനായിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. തൻ്റെ പുരോഹിതൻ തനിക്ക് നൽകിയ ഒരു ഉപദേശം, പോരാൻ നേരത്ത് തനിക്ക് നൽകിയ ഉപദേശം കുട്ടിക്ക് ഓർമ്മ വന്നു. വലിയ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കാം, ചെറുതിലേക്ക് ഒതുങ്ങുക എന്നുള്ള ഒരു ഉപദേശം അത് പെട്ടെന്ന് ഈ കുട്ടിക്ക് ഓർമ്മ വന്നു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ഹി വാസ് ഓൾ എലോൺ. അമ്പലമാണെങ്കിൽ വലിയൊരു അമ്പലമാണ്, കുട്ടിയാണെങ്കിൽ തനിച്ചുമാണ്. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ് ദോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം. കുട്ടി വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കുട്ടിക്ക് കാര്യം എന്താണെന്ന് വ്യക്തമായില്ല എങ്കിൽ കൂടി കുട്ടി മനസ്സിലാക്കിയ രീതിയിൽ കുട്ടി പ്രവർത്തിക്കുകയാണ്. ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. ഈ വാക്കുകൾ ഈ കുട്ടിയുടെ മനസ്സിൽ വീണ്ടും കടന്നു വന്നപ്പോൾ കുട്ടിക്ക് കുറച്ച് പേടി തോന്നി. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പോൾ കുട്ടി ഒരു ചെറിയ സ്ഥലം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. എന്തിനു വേണ്ടി? ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. കുട്ടി ഒരു ചെറിയ റൂം കണ്ടെത്തി. വിത്ത് എ സ്ലൈഡിങ് ഡോർ, ഒരു വാതിലൊക്കെ ഉണ്ട്. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്. സ്ലൈഡിങ് ഡോർ എന്ന് പറഞ്ഞാൽ ഡോർ ഇങ്ങനെ തള്ളി നീക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ റൂം കണ്ടെത്തി ആ റൂമിൻ്റെ ഉള്ളിൽ കയറി. ഹി വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് ഓഫ്. എന്നിട്ട് വാതിൽ ക്ലോസ് ചെയ്തു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. എന്നിട്ട് താഴെ കിടന്ന കുട്ടി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി.
Very late in the night, he was awakened by a most terrible noise and noise of fighting and screaming. അപ്പോൾ രാത്രി ഒരുപാടായി പെട്ടെന്ന് തന്നെ കുട്ടി ഞെട്ടി എണീക്കുകയാണ് വലിയ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട്. ഭയങ്കര അലർച്ചയും നിലവിളിയും ഭയങ്കര ഫൈറ്റ് നടക്കുന്ന ഒരു ഒച്ചയാണ് കുട്ടി കേൾക്കുന്നത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ, ഭയങ്കര പേടിപ്പിക്കുന്ന ശബ്ദമായിരുന്നു അത്. ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. അപ്പോൾ ആ റൂമിലെ വിടവിലൂടെ പുറത്തേക്ക് നോക്കാൻ തന്നെ കുട്ടിക്ക് പേടിയായിരുന്നു. ചിങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാരോ ഓപ്പണിങ്, വിടവ് എന്നാണ് അർത്ഥം. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്. പേടിച്ച് വിറച്ച് ശ്വാസം അടക്കി പിടിച്ച് കുട്ടി അവിടെ നിശ്ചലനായി കിടന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? രാത്രി വളരെ വൈകി ഭയങ്കര പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കുട്ടി കേൾക്കുകയാണ് ഉണ്ടായത്. The light that had been in the temple went out. വെളിച്ചമൊക്കെ കെട്ടുപോയി. ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കെയിം മോർ ഓഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. എന്നിട്ടോ പേടിപ്പിക്കുന്ന ഈ ശബ്ദം കൂടി വന്നു, കണ്ടിന്യൂ ചെയ്തു. അതായത് വീണ്ടും തുടരെ ഈ ശബ്ദം വന്നു, ഉറക്കെയായി വീണ്ടും പേടിപ്പിക്കുന്ന പേടി കൂടി വരത്തക്ക വിധത്തിലുള്ള ശബ്ദമാണ്. അമ്പലം കിടന്ന് വിറച്ചു എന്ന് പറയണേ. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാം നിശബ്ദമായി. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ ഈ കുട്ടിക്ക് അനങ്ങാൻ തന്നെ പേടിയായിരുന്നു. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. അപ്പോൾ ആ കൊച്ചു വാതിലിൻ്റെ വിടവിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്നത് വരെ കുട്ടി അവിടെ പേടിച്ച് വിറച്ചിരുന്നു എന്നാണ് പറയുന്നത്. Then he got out of his hiding place very cautiously and looked about. അപ്പോൾ വെളിച്ചം വന്നു കഴിഞ്ഞാൽ കുട്ടി പതുക്കെ തൻ്റെ ഹൈഡിങ് പ്ലേസ് അല്ലേ, ഒളിച്ചിരുന്ന സ്ഥലം, ആ ക്യാബിനറ്റിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ശ്രദ്ധയോടെ ഇറങ്ങി പുറത്തേക്ക് നോക്കി. ആദ്യം ദ ഫസ്റ്റ് തിങ് ഹീ സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. ആദ്യം കണ്ടത് തന്നെ അമ്പലത്തിലെ തറ മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. ആൻഡ് ദെൻ ഹീ സോ ലൈയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. അതിൻ്റെ നടുക്ക് ഒരു സംഭവം കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇനോർമസ്, വെരി ലാർജ്, ഇനോർമസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, വെരി ലാർജ് മോൺസ്ട്രസ് ടാറ്റ്, ഒരു രാക്ഷസനെ പോലെയുള്ള ഒരു വലിയൊരു എലി ചത്ത് കിടക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ കാണുന്നത്. ഗോബ്ലിൻ റാറ്റ്, ഒരു ഭൂതം പോലെയുള്ള ഒരു എലി, അത്രയും രാക്ഷസ എലി. ബിഗ്ഗർ ദാൻ എ കൗ, പശുവിനേക്കാൾ വലിപ്പമുള്ള ഒരു രാക്ഷസ എലി ചത്ത് കിടക്കുന്നതാണ് ആ ബ്ലഡിൻ്റെ നടുവിലായിട്ട്, തറയിലായിട്ട് ചത്ത് കിടക്കുന്നതാണ് കുട്ടി കാണുന്നത്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? അപ്പോൾ ആരാണ് അല്ലെങ്കിൽ എന്താണിത് കൊന്നത്? ഇതിനെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. അവിടെ ഒരു മനുഷ്യ കുഞ്ഞുണ്ടായിരുന്നില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് ദ മൗത്ത്സ് ഓഫ് ഓൾ ദ കാറ്റ്സ് ഹീ ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. പക്ഷേ പെട്ടെന്ന് കുട്ടി വേറൊരു കാര്യം ശ്രദ്ധിച്ചു. താൻ വരച്ചു വെച്ച പൂച്ചകളുടെ വായൊക്കെ ചുമന്നിരിക്കുന്നു, ചോര കൊണ്ട് നനഞ്ഞ് ചോര കുതിർന്നിരിക്കുന്നു, ചോര നിറമായിട്ടിരിക്കുന്നു. ദെൻ ഹീ ന്യൂ ദാറ്റ് ദ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ് ബൈ ദ കാറ്റ്സ് വിച്ച് ഹീ ഹാഡ് ഡ്രോൺ. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് ഈ എലി ചത്തത്, ഇത്രയും വലിയ എലി ചത്തുപോകാൻ കാരണം താൻ വരച്ച പൂച്ചകൾ കൊണ്ടാണ്. താൻ വരച്ച പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നുകളഞ്ഞത്. ആൻഡ് ദെൻ ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം ഹി അണ്ടർസ്റ്റുഡ് വൈ ദ വൈസ് ഓൾഡ് പ്രീസ്റ്റ് ഹാഡ് സെഡ് ടു ഹിം അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അങ്ങനെ ആദ്യമായിട്ട് ഈ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവാണ്. തൻ്റെ പുരോഹിതൻ തനിക്ക് നൽകിയ ഉപദേശത്തിൻ്റെ അർത്ഥം കുട്ടിക്ക് മനസ്സിലായി. എപ്പോഴും രാത്രി കാലങ്ങളിൽ ലാർജ് പ്ലേസസ്, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറുതിലേക്ക് ഒതുങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടിക്ക് മനസ്സിലായി. ആഫ്റ്റർവേർഡ് ദാറ്റ് ദ ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അപ്പോൾ പിന്നീട് എന്താണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറുന്നു, ഒരു പെയിൻറ്ററായി മാറുന്നു. ഇദ്ദേഹം വരച്ച ചില പൂച്ചകളെ ജപ്പാനിൽ ചെല്ലുന്ന യാത്രക്കാർ കണ്ടിട്ടുണ്ട്, യാത്രക്കാർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഈ കഥ അവസാനിക്കുന്നത്.